വൈഗാ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പാണ്ഡ്യ രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്ന തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും പഴയ നഗരവും ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരവുമായ മധുര ഏകദേശം 3000 വർഷങ്ങൾക്ക് മുൻപ് ദക്ഷിണ ഭാരതമാണ് കുലശേഖര പാണ്ഡ്യൻ നിർമ്മിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ സാങ്കേതിക വിദ്യയോടുകൂടിയ 15 ഏക്കറിലായി സ്ഥിതി ചെയ്യുന്ന ദ്രാവിഡ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമായ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയതും പഴക്കമുള്ളതുമായ ക്ഷേത്ര ഗോപുരത്തോടു കൂടിയ വാസ്തുവിദ്യാ വിസ്മയമായ മധുര മീനാക്ഷി ക്ഷേത്രവും മധുര നഗരത്തിന്റെ കണ്ണുകളായി കാണപ്പെടുന്ന ശ്രീപാർവതിയുടെ അവതാരമായ മീനാക്ഷിയുടെ പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ മധുരയെ തൂങ്കാ നഗരം എന്നും അറിയപ്പെടുന്നു. 33,000-ലധികം ശില്പങ്ങളും ആകൃതിയിലും അകലത്തിലും തീർത്തും വ്യത്യസ്തമല്ലാത്ത കൽത്തൂണുകളും പൊൻതാമരക്കുളവും സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന തൂണുകളും ലോകത്തിലെ ഏറ്റവും വലിയ ഇടനാഴിയും 1000 കൽ മണ്ഡപവും ഒക്കെ മധുര ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതകളാണ്. മാലിക് കഫൂറിന്റെ ഇസ്ലാമിക കാലത്ത് ക്ഷേത്രം തകർത്തതിനെ തുടർന്ന് 40 വർഷക്കാലം ക്ഷേത്രം അടഞ്ഞുകിടന്നെങ്കിലും 1377 കാലഘട്ടത്തിലെ വിജയനഗര രാജാക്കന്മാർ സുൽത്താൻമാരെ തോൽപ്പിച്ച് വീണ്ടും ക്ഷേത്രം തുറക്കുകയും സംഗീതം, കല, ശില്പവിദ്യ എന്നിവ പരിപോഷിപ്പിക്കുകയും ചെയ്തു. ശേഷം 14-ാം നൂറ്റാണ്ടോടുകൂടി മധുരൈ നായ്ക്കർമാർ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിലാക്കി. നമ്മൾ ഇന്ന് കാണുന്ന ഒരു സാങ്കേതിക വിദ്യയും ഇല്ലാതിരുന്ന കാലത്ത് ഇത്രയും കൊത്തുപണികളോടുകൂടെ ഇത്രയും വലിയൊരു ക്ഷേത്രം നിർമ്മിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ലൈഫിൽ ഒരു തവണയെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കൂ.